ഹായ്, എൽസീസ് കിച്ചണിലേക്ക് സ്വാഗതം. എനിക്കൊരു ചെറിയ പച്ചക്കറിത്തോട്ടമുണ്ട്. ഇന്ന് ഇവിടുന്ന് എന്തെങ്കിലും ഞങ്ങൾ ഇതിനകത്ത് നിന്ന് എടുത്ത ഓരോ ദിവസവും ഉണ്ടാക്കുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ പാവയ്ക്ക ഇത്രേ ആയതേ ഉള്ളൂ. പാവയ്ക്ക പിന്നെ ഞാൻ 12 പാവയ്ക്കയൊക്കെ വന്ന് കിടപ്പുണ്ട്. പിന്നെ വേണ്ട ഇതുണ്ട്, നമ്മുടെ പാവയ്ക്കയൊക്കെയാണ് വേണ്ട. പിന്നെ ഇന്ന് വെണ്ടയ്ക്ക, കുറച്ച് വെണ്ടയ്ക്കായുണ്ട്. അത് കണ്ടിക്കാമെന്ന് നോക്കി ഞാനതൊന്ന് കണ്ടിച്ച് കാണിക്കാം. വെണ്ടയ്ക്ക ഇന്ന് നമ്മൾ പറിച്ച ആ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ട വെണ്ടയ്ക്ക എടുത്തു. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതിനകത്ത് പിന്നെ പെരുംജീരകപ്പൊടിയുണ്ട്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി. ഇതെല്ലാം കൂടെ നമ്മൾ ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് കീറണം. ഇങ്ങനെ അങ്ങോട്ട് കീറി ഇങ്ങനെ കീറി മസാല നമുക്ക് അങ്ങോട്ട് പരട്ടി വെക്കാം. ആദ്യം നമുക്ക് കീറി വെക്കാം. ഇത് നമ്മൾ പൊളത്തി എടുക്കണ്ട, ഇങ്ങനെ ഒരു വശം മാത്രം ഇങ്ങനെ ആക്കി നമുക്ക് മസാലയൊക്കെ പരട്ടാം. ആദ്യം നമുക്കിത് കീറി വെക്കുക. വെളിച്ചെണ്ണയ്ക്കകത്തോട്ടിട്ട് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റാണ്. ശകല ഈ കൂട്ടിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വെണ്ടയ്ക്കകത്ത് പരത്താനുള്ള കൂട്ട് ശരിയാക്കി ഇനി നമുക്കിങ്ങനെ അങ്ങോട്ട് പരത്താം. ഇങ്ങനെ ഇറക്കി നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ചു. ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. ഞാൻ ചൂടാകട്ടെ, നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ. വെണ്ണയൊക്കെ ചൂടായി. നമുക്കിതങ്ങോട്ട് എടുത്ത് വെക്കാം. ഇതിന് ശരിക്കൊന്ന് നോക്കട്ടെ. ഓരോ വശം മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇടാം. നമുക്കൊന്ന് തിരിച്ചിടാം. ഒരു വശം ഫ്രൈ ആയി. ഇനി അടുത്ത വശം തിരിച്ചിടാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്നത്. വെണ്ടയ്ക്ക ഫ്രൈ നമ്മൾ
മറ്റേ അരിഞ്ഞൊക്കെ ഇരിക്കുന്നത് നമുക്ക് ചൂടോടെ അങ്ങോട്ട് കഴിക്കണം. ചൂടോട് കഴിക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഈ ഉണ്ണാന്നേരം എടുത്ത് വറക്കണം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ശരിയായി. ഇതല്ല നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാം. മീൻ വറുത്ത പോലെ തന്നെ ഇരിക്കും. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.